ഗൈസ് ഇത് നോക്ക് ഗൈസ്, എത്ര മണി തോന്നുമായിരിക്കും? ഞാനൊരു 8 മണിയൊക്കെ ആയെന്ന് പറഞ്ഞു. ഇപ്പോൾ 7, 7:30, 8 മണി ആയെന്ന് പറഞ്ഞാണ് നോക്കിയത്. വെട്ടം കണ്ട് നോക്കിയപ്പോൾ സമയം 5:40. 5:40 മണാലിയുടെ വെട്ടം നോക്കുക ഗൈസ്, ഇങ്ങനെയാണ്. ഹലോ ഗൈസ്, ഇന്ന് ഡേ 2. ഇന്നാണ് ഗൈസ് നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടി പോണത്. മഞ്ഞ് കാണുന്ന സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ. നമ്മൾ അട്ടൽ ടണലൊക്കെ ഇപ്പോൾ ഭയങ്കര സമ്മർ ആയതുകൊണ്ട് അധികം മഞ്ഞ് കാണാൻ സാധ്യത കുറവെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ നമ്മളതുകൊണ്ട് റൊത്താങ് പാസിലോട്ടാണ് പോകുന്നത്. അവിടെ മഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ടണൽ വഴി തിരിച്ചു വരുള്ളൂ. ഇപ്പം നമ്മൾ റൊത്താങ് പാസിലോട്ടാണ് പോകുന്നത്. സ്നോ കാണാം നമുക്ക് ഗൈസ്. ഇന്ന് സ്നോയിൽ പോകണം നമ്മൾ കളിക്കാൻ വേണ്ടി. ഗൈസ് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകും റൊത്താങ് പാസിലോട്ട്. ഈ വണ്ടിയിലാണ് നമ്മൾ റൊത്താങ് പാസിലോട്ട് പോകുന്നത്. ബാക്കിൽ നോക്കുക ഗൈസ്, മൗണ്ടൻ വ്യൂ. ഇന്ന് റൊത്താങ് പാസും കൊക്സറൊക്കെ തുറന്നിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത്. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നോക്കാം എങ്ങനെയാണ് നോക്കാം ഗൈസ്. പാട്ടൊക്കെ മാറ്റി തന്നിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഹായ് ഗൈസ്, കോൾ വന്നോണ്ട് പോയി ഗൈസ് പാട്ട്. നമ്മൾ ബിയാസ് റിവർ നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ മുതൽ നമ്മൾ മണാലിയിൽ ഫുള്ളും കാണുന്നത് ബിയാസ് റിവറാണ്. ഈ ബിയാസ് റിവറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ റൊത്താങ് പാസിൻ്റെ അടുത്താണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ പേര് ബിയാസ് ടെമ്പിൾ എന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ നദി ഉത്ഭവിച്ച് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ബിയാസ് ഋഷിയുണ്ട്. അപ്പോൾ ഇത്രയും നാള് ഒരു 6 മാസം അടുപ്പിച്ച് അവിടെ സ്നോ കാരണം ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന റിവറാണ് ഈ സൈഡിൽ കൂടി ഒഴുകി വരുന്നതെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ആ കാണുന്ന മാമല കണ്ടു ഡ്രസ്സ് റെന്റിന് എടുക്കാനാണ് പോണത് ഗൈസ്. അവിടെ നമുക്ക് പറഞ്ഞത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഡ്രസ്സ് റെന്റിന് എടുത്തിട്ട് ഞാൻ ചോദിച്ചു നമ്മളിങ്ങനെ കറങ്ങി തിരിച്ചു വരുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞത്. അത് സെയിം വെയിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഡ്രസ്സ് റെന്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. ഇനി ബ്രൗൺ ആണ് എടുത്തത്. ബ്രൗൺ എങ്ങനെയായിരിക്കും മഞ്ഞിൽ? സൂപ്പർ ആയിരിക്കില്ലേ? എനിക്ക് പോകുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ റെന്റിനെടുത്തു ഗൈസ്. ഷൂ സോക്സ് എല്ലാം വാങ്ങിച്ച് ഇവിടെ നിന്ന് പോകും ഗൈസ്. പോകുമ്പോൾ കുറേ ഷോപ്പ് നമ്പർ കാണാൻ വേണ്ടി പറ്റും ഗൈസ്. ഇതെല്ലാം ഈ ഡ്രസ്സ് റെന്റിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റിയ ഷോപ്പുകളാണ് ഈ കാണുന്നതെല്ലാം. പണ്ടൊക്കെ ഇവിടെ ഓരോ കടയിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് 500 ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് 800 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഗവൺമെൻറ് ഒരു റൂള് വെച്ച് എല്ലാ സ്ഥലത്തും 250 രൂപ തന്നെ ആക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കടയിലും റെന്റിനുള്ള ഡ്രസ്സ് 250 രൂപ മാത്രമാണ്. ഇത് ലാസ്റ്റ് വില്ലേജ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ കുളൂല. ഇതിന്റെ മേലോട്ട് പോകുമ്പോൾ കുറേ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഡിസ്ട്രിക്റ്റിലെ കൊക്സാറാണ് ഇനി അടുത്തതായിട്ടുള്ള വില്ലേജ് ഗൈസ്. നമ്മൾ വെള്ളം വാങ്ങിച്ചിരിക്കുന്നു ഗൈസ്. മേലോട്ട് പോകുമ്പോൾ ഇനി വെള്ളത്തിനെല്ലാം ഭയങ്കര പൈസ കൂടും. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ വെള്ളം വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. अब क्या क्या करें इश्क में. നമ്മൾ എടുത്ത ഈ പാസ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ അകത്തോട് മേലോട്ട് കയറ്റി വിടുള്ളൂ. ഈ പാസ് 600 രൂപയാണ്. അതിൽ 550 രൂപ ഇവർക്ക് ഇവിടെ കൊടുക്കേണ്ട പൈസ, പിന്നെ 50 രൂപ യൂണിയന്റെ പൈസ. അങ്ങനെയാണ് ഗൈസ്. ना कहते थे कुछ जो लगे खोज में क्या लफ्ज़ चुने नए आशिक इश्क में तेरे है फैज़ बने अर्ज़ किया है हमने भी लिखा कुछ तेरे बारे में है ऐसे तू लगे कि गुलाब है और ऐसे तू लगे कि गुलाब है बागों में दिल के खिल के इन फिजाओं में छाए हो और वैसे हम तो तेरे ही गुलाम हैं और वैसे हम तो तेरे ही गुलाम हैं
बादशाह दिल के तेरी बाजी में जो तू चाहे तो ആദ്യമായിട്ട് സ്നോയിൽ ടച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് guys. दिलों की क्या नाव बनूं मैं खुद तैर पाऊं ना आँखों में है शायर की फितरत में ही डूबना मैं क्या ही लड़ूं तूफानों से. ഇത് ഇവിടുത്തെ ഒരു ടെമ്പിളാണ് ഗൈസ്. ഇവിടെ മിക്ക സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. इश्क में तेरे हैं फैज बने अर्ज किया है हमने भी लिखा कुछ तेरे बारे में है हाथों को संभाले मेरे हाथों में कैसे हाथों को संभाले. സെൽഫി വീഡിയോ വിത്ത് യു. കേരള. ഹായ്. താങ്ക് യു. നമ്മളപ്പോൾ മർഹി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഗൈസ്. ഇവിടെ നിന്ന് റൊത്താം പാസ് 17 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നത്. കാരണം മേളിലെന്ന് പറഞ്ഞാൽ ചെറിയ റോഡാണ്, നാരോ റോഡാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര പതുക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ താഴോട്ട് വന്നാൽ ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനും ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ പറ്റുന്ന കുറേ കടകളുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ, വേദ എന്നാണ് പേര്. ആ താഴെ അവർ വേസ്റ്റ് ഇട്ടാ വേസ്റ്റ് പിറക്കി അതിനകത്ത് തിരിച്ചിട്ട് കൊടുത്തു. इश्क में तेरे हैं फैज बने अर्ज किया है हमने भी लिखा कुछ तेरे बारे में है. സൈഡിൽ കയറി വന്ന ചെറിയ പ്രശ്നമാണ് ഗൈസ്. हाथों को संभाले मेरे हाथों में कैसे हाथों को संभाले मेरे हाथों में जब तक नींद ना आए इन लकीरों में बातें हो गए. सारे पगरे सारे गा पगा पानी पानी सारे पानी पगा पगा पगरे गे सानी सा सारे सनी पानी सागरे रे गा पानी सागरे सारे पानी सारे पानी पगा पानी गा सारे गा पगा पानी पानी सारे सारे पानी पगा पगा സോ അങ്ങനെ നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് സ്നോയിൽ കളിക്കേണ്ട ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നമ്മൾ സ്നോയിൽ കളിക്കാൻ പോണു ഗായ്സ്. കൊള്ളാം. നമ്മൾ മഞ്ഞിൽ കയറാൻ പോണു ഗൈസ് അങ്ങോട്ട്. सबने तो सब कह दिया है क्या ही कहूँ जो अभी भी अनकहा. എത്തിയിരിക്കുന്നു ഗായ്സ്. ഐ എം സോ ഹാപ്പി, സോ ഹാപ്പി. ബിക്കോസ് ഞാൻ MOT പോയപ്പോൾ ഞാൻ സ്നോ കണ്ടു. പക്ഷേ അതങ്ങനെയല്ല, അതൊരു ആർട്ടിഫിഷ്യൽ സ്നോ ആയിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല ഗായ്സ്, ഇറ്റ്സ് എ റിയൽ സ്നോ. ഇവിടെ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവും. 6 മണിയായിട്ടും ഇപ്പോഴും സൂര്യനുണ്ട്. യെസ് ഗായ്സ്, ഇപ്പോഴും സൂര്യനുണ്ട്. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോവാം. മുകളിലോട്ടൊന്ന് കയറി നോക്കാം ഗൈസ്. നമുക്ക് ഇവിടെ കുറേ കടകളുണ്ട് ഗൈസ്, കുറേ കുതിരകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതലും ജീവിച്ചു പോകുന്നത്. അതാണ് ഇവരുടെ വരുമാന മാർഗം. ഇവിടെ മൊത്തം ആൾക്കാരാണ്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ സൈഡിലൊക്കെ നോക്കുമ്പോൾ നിറയെ പോപ്പിൻസ് പോലെ ഇരിക്കും ആൾക്കാരുടെ ഡ്രസ് ബി ലൈക്ക് പോപ്പിൻസ്. നമുക്ക് പതുക്കെ മേലോട്ട് കയറാൻ കഴിച്ചു. എനിക്ക് പെട്ടെന്ന് ഒറ്റ തത്തിക്ക് കയറേണ്ട ത്രാണിയില്ല. അയ്യോ എന്തൊരു സൂപ്പറല്ലേ കാണാൻ. നോക്ക്, മതിയാവുന്നില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ സ്നോയിലിരിക്കുവാണ് ഗൈസ്.
അത്രയും കയറി വന്ന് ഞാൻ തളർന്നു ഗായ്സ്, തളർന്ന്. ഹായ് കൊള്ളാം, നല്ല രസമുണ്ട്. सुरंग सी बागी उड़ान पे ही ना जाने क्यों इलाही मेरा जी आए आए, इलाही मेरा जी आए आए. നമ്മൾ സ്നോയിലാണ് ഗൈസ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കാണണം ഗൈസ്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഞാനാകെ വന്നിട്ടുള്ള ഈ ഒരു ട്രിപ്പ് മാത്രം. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കണ്ടില്ലെങ്കിൽ വെറും വേസ്റ്റാണ് ഗൈസ്, വെറും വേസ്റ്റാണ്. ഞാൻ വലിയ മോട്ടിവേഷൻ തരാനൊന്നും വരുന്നതല്ല. പറയുമ്പോൾ എൻ്റെ നാവൊക്കെ കോച്ചി പിടിച്ച് തുടങ്ങി, എൻ്റെ കൈയൊക്കെ വിറച്ച് തുടങ്ങി. ഗൈസ് എന്തായാലും നമ്മൾ മണാലിയിൽ വരണം ഗൈസ്. മണാലിയിൽ നല്ല സ്നോ ഉള്ള, നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. നമ്മളെപ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഗൈസ്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളെ ഞാൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഞാൻ റിഗ്രറ്റ് അടിക്കൂലേ, അയ്യോ എനിക്ക് സ്നോ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഗൈസ് ഒരു ലൈഫേ ഉള്ളൂ, എൻജോയ് ചെയ്യുക ഗൈസ്. എൻ്റെ വീട്ടിലുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ട് കിടിലാണ്. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. ഗൈസ് ഇതാണ് സ്നോ, സ്നോ സ്നോ സ്നോ, ഇറ്റ്സ് കറക്റ്റ് സ്നോ. എൻ്റെ ഓരോ കോലം കണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇവൊക്കെ വട്ടാണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ എൻ്റെ കൈ വരവിച്ച് ഗൈസ്. എന്താ മണ്ടത്തരമൊക്കെ ഓരോന്നും വിളിച്ച് പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് ഗൈസ്. കിളി വലിയ വ്യൂ നോക്ക്, എന്ത് ബ്യൂട്ടിഫുൾ ആണ് പ്ലേസ് കാണാൻ വേണ്ടി. വാവ്, ഇറ്റ്സ് വെരി നൈസ്. കുറേ സ്നോ പറ്റൂല ഗൈസ്, കുറേ ടൈം പറ്റൂല. ഇവിടെയൊക്കെ ജീവിക്കുന്നവരൊക്കെ എങ്ങനെ ജീവിക്കുന്നോ എന്തോ. പല സമയത്ത് ആലോചന എഴുതി ഇവർക്ക് എങ്ങനെ തുണിയൊക്കെ അലക്കിയിട്ട് വിരിച്ചിടുമെന്നാണ് എൻ്റെ പലപ്പോഴും ഉള്ള സംശയം. ഡ്രൈ ആക്കി ഇട്ടാലും ഇവർക്ക് എങ്ങനെ തുണി ഉണങ്ങി കിട്ടും? ഇനി നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോണ വഴിക്ക് പോകുമെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇപ്പോൾ നമ്മൾ റൊത്താം പാസിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കണ്ടോ, എൻ്റെ രണ്ട് സൈഡും മഞ്ഞാണ്. മഞ്ഞിൻ്റെ നടുക്കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റൊത്താം പാസ് എന്ന് പറയുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തുറന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിലെ വഴി നടക്കാൻ വേണ്ടി പറ്റുന്നത് തന്നെ. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് മഞ്ഞും കൂടി കിടക്കുമായിരുന്നു. അത് നമുക്ക് കയറാനോ ഒന്നും പറ്റൂലായിരുന്നു. ഇപ്പോഴാണ് തുറന്നത് ഗൈസ്. ഡ്രൈവർ ചേട്ടൻ Rotang Pass. Enjoy today. Full enjoy. Full enjoy. 6:30, 6-7 o'clock. Yes. In the evening time. Yes. Full enjoy. Full enjoy. Full enjoy. Yeah. Okay. പോണ് ഗൈസ്. ഇനി നേരെ എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മളിന്ന് പോണ് ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാക്കറ്റുണ്ടോ മഞ്ഞ് മഞ്ഞ് ഗൈസ്. നോക്കൂ, Night drive. ഗൈസ് ലൈറ്റ് മഞ്ഞിൽ തട്ടുമ്പോ ഉള്ളൊരു വ്യൂ സൂപ്പറാണ്. റൊത്താം പാസ് സൂപ്പർ വ്യൂ കാണുക ഗൈസ്. നമ്മൾ വ്യൂ നിങ്ങൾ കാണുക ഗൈസ്, സൂപ്പറാണ്. നിങ്ങൾ വരണം ഗൈസ്, ഇവിടെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത് ഗൈസ്.
थे वो शायद 6 to 7 കിലോമീറ്റർ ഡൗണിലായിട്ട് താഴെയായിട്ട് ചന്ദ്ര ലേക്ക് എന്ന് ചന്ദ്ര റിവർ ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. എന്നിട്ട് നേരെ പാകിസ്ഥാനിലോട്ടാണ് അത് ഒഴുകുന്നത്. അത് അവിടെ എത്തുമ്പോൾ ചിനാവ് ലേക്ക്, ചിനാവ് എന്ന പേരിൽ പാകിസ്ഥാനിൽ അത് ചിനാവ് റിവർ എന്ന പേരിൽ പാകിസ്ഥാനിൽ ഇത് അറിയപ്പെടും. ഗായ്സ്, നമ്മൾ പഹാടി ധാബയിലെത്തിയിരിക്കുന്നു ഗായ്സ്. ഇപ്പൊ സമയത്ത് ഇങ്ങനെ ചൂട് കൊള്ളുന്നത് ഗായ്സ് സൂപ്പർ. ഓക്കെ, പഹാടി ധാബയിൽ പോവാം നമുക്ക് ഗായ്സ്. പഹാടി ധാബ 4 പേർക്ക് വേണ്ടി നമ്മൾ ചായയും എനിക്കൊരു കോഫിയും പിന്നെ ഒരു മൊമോസും പറഞ്ഞു ഗൈസ്. നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം മൊമോസ്. കോഫി डूबे दिलों की क्या नाव बनूं मैं खुद तैर पाऊं ना आँखों में. നല്ല കോഫി. ही लड़ूं तूफानों से इश्क में तेरे हैं फैज बने. अर्ज किया है हमने भी लिखा कुछ तेरे बारे में है. हाथों को संभाले मेरे हाथों में कैसे हाथों को നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു ഗായ്സ്. രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല വ്യൂ ആയിരുന്നേനെ. संभाले मेरे हाथों में जब तक नींद ना आए इन लकीरों में बातें हो. सारे पगरे सारे गा पगा पानी पानी सारे पानी पगा पगा पगरे गे सानी सा सारे सनी बनी सागरे. അത് ഇപ്പം നമ്മൾ പോണ പുതിയ റോഡാണ്. മുകളിലോട്ടുള്ള റോഡിലോട്ട് പോവുകയാണെങ്കിൽ ലഡാക്കിലോട്ട് പോകും. എവിടെ പോകുന്നു? ലഡാക്ക്. Dani Beach divides the road. First left side going to upstairs near the Tilokinath, Udaipur, Mangi, Kilar, Chamba, and downstairs go to straight and Jispar, Ceylon, and Ladakh. Lot of place there. Sarchu and last mile, and then start the JNK start near the Sarchu. After then start the JNK, Jammu and Kashmir. Ladakh include of the Jammu and Kashmir. ഇത് മണാലിയിലോട്ടാ. ചന്ദ്ര ബ്രിഡ്ജ്. നല്ല ഫ്ലാഗ് പറക്കുന്ന സ്ഥലം. വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഈ ടണൽ ഇങ്ങനെ ആ അകത്തുനിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മൾ ഗൈസ് ആ മഞ്ഞ് കാണുന്നത്. നമ്മൾ അടൽ ടണലിൽ കൂടി പോകണം ഗൈസ്. ഓവർടേക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്കേ അതെ ക്യാമറ ആയില്ല.
ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ഇത് കാരണമാണ് ഉണ്ടായതെന്ന് പറയുന്നു. सबने तो सब कह दिया है, क्या ही कहूँ जो അപ്പോൾ ഗായ്സ് അട്ടൽ ടണലിന്റെ ഫ്രണ്ടിൽ ഗായ്സ് നമ്മൾ അട്ടൽ ടണൽ കണ്ടു ഗായ്സ്. നമുക്ക് നേരെ പോവാം. ഞാൻ വളരെ സന്തോഷത്തിലാണ്. അട്ടൽ ടണൽ കാണാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷേ കണ്ടു. Not block the room. It's upstairs and going to outside. Not blocking the room. It's special. Making the snow gallery. PRO people. Whole time lot of avalanche here. Is an avalanche coming? Upstairs avalanche is coming and making the snow gallery. It's not block the road. It's special avalanche area. സോലങ് വാലിയിലെല്ലാം ഐസ് മെൽറ്റ് ആയി പോയി ഗൈസ്. താമസിക്കാനുള്ള ഹോട്ടൽസ് ഒക്കെ ഉണ്ടെന്നാണ്. സോലങ് വില്ലേജ്. ഗായ്സ് നമ്മൾ ചേട്ടന് എവിടെയോ ബോട്ടിലും കൊണ്ട് പോയി ഗായ്സ്. എന്തോ വെള്ളം എടുക്കാനെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കിത്തരാം. ഇവിടെ എവിടെ എന്തോ വെള്ളം ഒന്ന് ക്ഷേത്രമൊക്കെ ഉള്ളത്. Is it good for drinking? Yeah, good drink, good for. You can try. This is special bottle. Lot of people coming to near the market. In the 20 liter, 10 liter evening time bring there. 5 and 6 liter coming special for the bottle. Oh. Yeah. That is my village lot of spring bottle. This is special. Lot of medicine plant up here. This is a mountain. Bring there good for health. You need a special bottle. प्लेस का नाम क्या है? Nehru Kund. Nehru Kund. नेहरू कुंड. Yeah, this is the name of the place. Nehru Kund. Near the Manali, 6 kilometers up. Oh. Local people also special is coming to here inside. Oh. Special bring the bottle, only bottle. 10 liter, 20 liter, evening time. It's coming to up here near the Mono, Brigu Lake. പിടിച്ചു നോക്കാം ഗൈസ്. വെരി കോൾഡ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. വെള്ളം നമ്മളെടുത്ത ഡ്രസ്സ് കൊണ്ട് തിരിച്ചു വെച്ച് കൊടുക്കാം ഗൈസ്. ഓ മൊത്തം നനഞ്ഞിരിക്കുന്നടാ. സ്നോ അല്ലേ സ്നോ.
കട ക്ലോസ് ആയിരിക്കുന്നു. കട ക്ലോസ് ആയിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ വെച്ചു കൊടുത്തിട്ട് പോയി ഗൈസ്. നമ്മുടെ മണാലിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. Thank you for your time and patience. Okay, no problem. ഗായ്സ് നമ്മളിവിടെ തിരിച്ചെത്തി ഗായ്സ് നമ്മുടെ റൂമിൽ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. കിടില് വരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം ഞാൻ അന്ന് ഫോൺ വാങ്ങിച്ചപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതേ സന്തോഷം എനിക്കിന്നിവിടെ കിട്ടി. ഇത് മഞ്ഞ് കളിച്ച് സെറ്റായിരുന്നു ഗൈസ്. എനിക്കിപ്പോഴും ആ തണുപ്പ് മാറിയില്ല. സെറ്റെന്ന് വെച്ചാൽ സെറ്റ് സാധനം. മഞ്ഞിൽ കളിക്കാൻ കിട്ടില്ല. ഇഷ്ടപ്പെട്ടു. ഇതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇന്ന് കിടിലായിരുന്നു ഗൈസ്. കിടിലും ബസ് വഴി കൊക്സറ വഴി വരാൻ സാധ്യത കുറവായിരുന്നു. അപ്പോൾ ഇന്നലെയൊന്നും തുറന്നില്ലായിരുന്നു. ഇന്ന് കൊക്സാർ തുറന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ റൊത്താൻ പാസ് വഴി കൊക്സാറിലെത്തി. കൊക്സാറിന് അട്ടൽ ടണൽ വഴി നേരെ മണാലിയിലെത്തി ഗൈസ്. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഹാപ്പി. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഗൈസ്. താഴെ ബിരിയാണി പോലെ ഇരിക്കുന്നു ഗൈസ്. ഇവൻ സിംഹം മറച്ചിരിക്കുന്നു. പിന്നീട് കിട്ടും. ഞാൻ ഓർഡർ ചെയ്ത എഗ് നൂഡിൽസ് വന്നിട്ടുണ്ട് ഗൈസ്. അവർക്ക് മുളകാപ്പൊടി മുളക് പൊടി എന്താണ് നോക്കാതെ അത് തന്നെ നോക്ക്. മുളക് പൊടി കുരുമുളക്. അടുത്തൊരു ദിവസം നല്ല വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ. ऐसे कैसे वैसे जैसे जैसे मैं पढ़ूं तेरे दिल में जो मेरी आंखें भी पढ़े तेरी आंखों को. क्या ये महफिल में बैठे या उठे दौड़े जाने को.